ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു ലഗൂൺ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു ലഗൂൺ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കനിൽ അധികം ഇറച്ചി ഉണ്ടാവില്ല കേട്ടോ. ഇറച്ചി കുറവായിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ ഈ ഒരു ലഗൂൺ ചിക്കൻ. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ വെച്ചിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1 ടീസ്പൂൺ വിനീഗറും കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിലേക്ക് ഞാനിത് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തതൊന്ന് ആദ്യം വേവിച്ചെടുക്കുന്നത്. ഇതിന് ഭയങ്കര വേവാണ് കേട്ടോ. നല്ല വേവുള്ളൊരു ചിക്കനാണിത്. പിന്നെ നമ്മൾ സാധാരണ ചിക്കൻ്റെ പോലെയല്ല, കഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണ് നല്ല വെന്തിട്ടില്ലെങ്കിൽ കേട്ടോ. നമ്മൾ സാധാരണ ഈ ഒരു നാടൻ കോഴിയൊക്കെ ഇല്ലേ, അതൊക്കെ കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ആദ്യം അതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 8 വിസിലെങ്കിലും വേണം കേട്ടോ കുക്കറിൽ വേവിച്ചെടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സാധാരണ ഈ കല്യാണ വീട്ടിലൊക്കെ ഒരു ചെമ്പിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാൻ ചെയ്യുന്നത്. അതിന് ഒരുപാട് ടൈം പിടിക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ഒരു ചിക്കനിൽ മസാല ഒക്കെ പിടിക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ആദ്യം കുക്കറിലൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 6 പച്ചമുളക് നടു കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിതൊരു 5 സവാള നീളത്തിലായിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു കുക്കർ എടുത്തിട്ട് ഇതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ വേവിച്ചതിന് ശേഷം ആ ഒരു കുക്കറിൽ തന്നെ നമുക്ക് ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാട് പാത്രമൊന്നും പരക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്നുണ്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി നല്ല സോഫ്റ്റായി കിട്ടും ഉള്ളി. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ മേൽ നന്നായിട്ട് തന്നെ മസാല പിടിക്കട്ടെ. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ആ ഒരു മസാലയൊക്കെ നല്ല കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഒന്നും അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 5 തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട്, എത്രയും നമ്മൾ സവാള എടുത്തുള്ള അത്ര തന്നെ ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കൊന്ന് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് വിനേഗറും പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ടാവും നമ്മുടെ ഒരു ചിക്കനിൽ. അപ്പോൾ ഞാൻ അരിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് ഊറ്റിയെടുക്കുന്നതുകൊണ്ട് തന്നെ അളന്നിട്ടല്ല കേട്ടോ വെള്ളം വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ബിരിയാണിയിൽ വെളിച്ചെണ്ണ നമ്മൾ ഓയിൽ തന്നെ ചേർക്കണം. അപ്പോൾ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാനിതാ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണ് വിനീഗറും കൂടിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു റൈസൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച സമയത്ത് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ബിരിയാണി വെക്കുന്ന ഏത് റൈസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി അതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു റൈസൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വരുമൊന്നും വേണ്ട, ഒരു 1/4 വേവ് മതി കേട്ടോ. ഒന്നിങ്ങനെ നമ്മൾ ഈ ഒരു അരി ഇതുപോലെ ഒന്നിങ്ങനെ അമർത്തുന്ന സമയത്തൊന്ന് പൊട്ടിപ്പോണം, ആ രീതിയിൽ മാത്രം വെന്ത് കിട്ടിയാൽ മതി. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഊറ്റിയതിന് ശേഷം ആ ഒരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഉള്ളി വന്ന് വഴറ്റി മാറ്റി വെച്ചിട്ടില്ലേ, അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുക്കറിൽ നമ്മൾ ഉള്ളി ഒന്നുണ്ട് ഒരു വിസിൽ മതിട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉള്ളി വഴറ്റിയിട്ട് നമ്മൾ മസാല പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചിക്കൻ്റെ മേൽ നന്നായിട്ട് തന്നെ മസാല പിടിക്കും. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചും വെളുത്തുള്ളിയും ചതച്ചും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം.
അപ്പം നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഒരു 8 വിസിലൊക്കെ ആയിട്ടും വേവ് കുറവായി തോന്നുന്നുണ്ടെങ്കിൽ ഒരു 2-3 വിസിലൊക്കെ എടുക്കാം കേട്ടോ. ഓരോ വീട്ടിലത്തെയും കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ടാവും നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് വിനീഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് മസാലപ്പൊടികളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു വെള്ളമല്ലേ, ഈ സമയത്ത് ചിക്കനല്ല ഇതിലത്തെ ആ ഒരു ചിക്കൻ്റെ ആ ഒരു വേവിച്ച വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിക്കൻ്റെ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഈ ഒരു മസാലയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഞാൻ ഇതിലത്തെ അതിലുള്ള വെള്ളം മാത്രം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ പുളിയുള്ള തൈരല്ല, അതുകൊണ്ട് ഞാൻ ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതൊന്ന് വറ്റി വരണം ആ ഒരു വെള്ളമൊക്കെ. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേറെ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് സാധാ ചിക്കനെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലൂടെ തന്നെ. അപ്പോൾ ഇത് നമ്മൾ ഒരു ചിക്കൻ എടുത്തിട്ടുള്ളൂ, കാരണം കുട്ടികൾ അങ്ങനെ കഴിക്കില്ല. അവർക്കിത് കടിച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ല. നമ്മൾ വലിയവരാകുമ്പോൾ പിന്നെ മെനക്കെട്ടിറങ്ങി ഇത് കഴിക്കും. കുറച്ച് മെനക്കെട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ തന്നെയാണ് കേട്ടത്. പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു ബിരിയാണി. അവർക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വേറെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നു മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ 1 കിലോ റൈസൊക്കെ വെക്കുന്നത് വെച്ചെങ്കിൽ 2 ചിക്കനൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ചിക്കന് നന്നായിട്ട് തന്നെ മസാല പിടിക്കണം. അപ്പോൾ കുറച്ച് ടൈം തന്നെ നമ്മൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കേണ്ടത്. കുറച്ച് ടൈം തന്നെ വേണം നമുക്കിതിങ്ങനെ തിളപ്പിച്ചിട്ട് ഈ ഒരു മസാല ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു മെനക്കെട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കണം. അപ്പം അതിനുള്ള റിസൾട്ടും ഈ ഒരു ബിരിയാണിയിലുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് സമയം എടുത്തിട്ട് തന്നെ നമ്മളിത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ അവർ ചെമ്പിലിട്ടിട്ട് അങ്ങനെ ചിക്കൻ വേവിച്ചെടുക്കുക ചെയ്യണം. അപ്പോൾ ഒരുപാട് സമയം ഉണ്ടാവും, പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ആ ചിക്കൻ്റെ മേലെ നന്നായിട്ട് തന്നെ മസാല ഒക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുക്കറിൽ ഉള്ളിലൊക്കെ ഒന്ന് വഴറ്റിയത് കൊണ്ട് തന്നെ ഈ ചിക്കനിൽ നല്ല മസാല പിടിക്കും കേട്ടോ. അപ്പോൾ അതല്ലാതെ നമ്മൾ സാധാരണയൊക്കെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് ഗ്യാസ് സ്റ്റവിലൊക്കെ വെക്കുമ്പോൾ അധികം ഒരുപാട് സമയമൊന്നും ഇട്ട് ഇളക്കില്ലല്ലോ. അടുപ്പിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഒരുപാട് സമയമൊക്കെ ഇട്ട് ആ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റി അതിലത്തെ ആ ഒരു നീരൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയതിനു ശേഷമാണ് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊരു എളുപ്പപ്പണിയാണ് കേട്ടോ. നമ്മൾ കുക്കറിൽ ഇതുപോലെ ആ ഉള്ളിയൊക്കെ ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടും കിട്ടും. പിന്നെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കൻ്റെ മേലെ പിടിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിലിട്ടിട്ട് നമ്മൾ ഈ ചിക്കനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു വെള്ളമൊക്കെ നന്നായി വറ്റുന്ന വരെ നമ്മളിടക്ക് അടച്ചു കൊടുത്തിട്ടും ഇളക്കി കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂണും കൂടി ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഇതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നില്ല, കുറേശ്ശായിട്ട് ഇടയിൽ ഇങ്ങനെ മല്ലിയിലയും പുതിനയിലും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചിക്കനിലത്തെ വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിൽ നല്ല പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഒരു മസാല റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചുള്ള ഒരു റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നില്ല, ഇതിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1 കിലോൻ്റെ അളവാണ് കാണിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ 2 ചിക്കൻ എടുത്തതെങ്കിലും ഈ ഒരു മസാലപ്പൊടികൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉള്ളിയും കാര്യങ്ങളൊക്കെ ഈ ഒരു അളവ് തന്നെ മതി. ഇനിയിപ്പോൾ 2 ആണെങ്കിലും 1 ആണെങ്കിലും ഈ ഒരു മസാലയും ഉള്ളിയും തക്കാളിയൊക്കെ കറക്റ്റാണ് കേട്ടോ, അളവ് കറക്റ്റാണ്. കാരണം നമ്മൾ റൈസ് 1 കിലോ ആണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ അതിൻ്റെ ആ ഒരു അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പകുതി റൈസ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലും പുതിനയിലും പിന്നെ കുറച്ച് നെയ്യും തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മീതെയും ഇതുപോലെ നമ്മൾ മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നെയ്യും തൂക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു റൈസ് ഇതിൽ ഫുള്ളായിട്ടും കുക്കായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു ദമ്മിൽ കിടന്നിട്ട് വേണം വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ പോട്ട് എടുത്തത് ഈ ഒരു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൂപ്പർ ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെ പോട്ട്. നല്ല അടിപൊളി പോട്ടാണ്. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായി. അപ്പം നമുക്ക് ഇളക്കാനും ഒക്കെ നല്ല സുഖമാണ് കേട്ടോ. ഒരു 2 കിലോനൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്കിതിൽ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ആദ്യം ഒരു അരമണിക്കൂർ വെച്ചു. പിന്നെ അരമണിക്കൂർ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും വെച്ചിട്ടാണ്. എന്നിട്ടാണ് ഞാൻ ഈ ദമ്മ് പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഈ ദമ്മിൽ കിടക്കുന്നതാണ് ഈ ഒരു ബിരിയാണിയുടെ മെയിനായിട്ടുള്ളൊരു ടേസ്റ്റ്. ഇനിയിത് ഒന്ന് എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ഒക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഒരുപാട് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. ഒരു മഞ്ഞ കളർ വല്ലാതെ കുത്തലായിട്ടുണ്ടെങ്കിൽ ഒരു ബിരിയാണി കാണാനും വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കളറിലാണ് നമുക്ക് ഈ ഒരു ബിരിയാണി വേണ്ടത്. അപ്പോൾ നല്ലൊരു അടിപൊളി ലഗോൺ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി ചെയ്യരുത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ചിക്കൻ വേവിക്കുന്നത് മാത്രമാണ് കേട്ടോ. 8-9 വിസിലടിച്ചാലും കൂടി പോകുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി ചെയ്യരുത് കേട്ടോ. ഇനി പുതിയൊരു നല്ല വീഡിയോയുമായി വരുന്നത് എല്ലാവരോടും ബൈ.